പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ എല്ലാ പ്രതികൾക്കും ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി. കർശന ഉപാധികളോടെയാണ് ജാമ്യം നൽകിയത്. കുറ്റപത്രം നൽകിയതിനാൽ പ്രതികളുടെ കസ്റ്റഡി അനിവാര്യമല്ലെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം. പ്രതീക്ഷിക്കാത്ത വിധിയെന്നും സുപ്രീം കോടതിയിൽ അപ്പീൽ പോകുമെന്നും സിദ്ധാർത്ഥന്റെ കുടുംബം പ്രതികരിച്ചു. CBI രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിപട്ടികയിലുണ്ടായിരുന്നത് 19 പേർ. 19 പ്രതികളുടെയും വാദം അംഗീകരിച്ചാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ജാമ്യം നൽകിയത്. കർശന ഉപാധികളോടെയാണ് ജാമ്യം. വയനാട് ജില്ലയിൽ പ്രവേശിക്കുന്നതിൽ നിന്ന് പ്രതികളെ ഹൈക്കോടതി വിലക്കി. കേസിന്റെ വിചാരണ പൂർത്തിയാകുന്നതുവരെ പ്രതികൾ സംസ്ഥാനം വിട്ടുപോകുന്നതും ഹൈക്കോടതി തടഞ്ഞു. എല്ലാ പ്രതികളും പാസ്പോർട്ട് മജിസ്ട്രേറ്റ് കോടതിയിൽ സറണ്ടർ ചെയ്യണം. കേസിൽ പ്രതികളുടെ പങ്കാളിത്തം സംബന്ധിച്ച കേസ് ഡയറി ഉൾപ്പെടെ പരിശോധിച്ച ശേഷമാണ് ഹൈക്കോടതിയുടെ തീരുമാനം. സാധാരണ ഒരു പ്രതിക്ക് കൊടുക്കുന്ന ഇമ്പോസ് ചെയ്യുന്ന കണ്ടീഷൻസ് വെച്ചേക്കണേ ഒരു അഡീഷണൽ കണ്ടീഷൻ ഉള്ളത് വയനാട് ഡിസ്ട്രിക്ട് കയറെന്ന് പറഞ്ഞിട്ടുണ്ട്. ടിൽ ട്രയൽ കഴിയുന്നവരെ പാസ്പോർട്ട് സറണ്ടർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കേരളം വിട്ടു പോകണമെങ്കിൽ പെർമിഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിറ്റ്നസസിനെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ 306 ഇൻഗ്രീഡിയൻസ് ഉണ്ടോ എന്നുള്ള ക്വസ്റ്റ്യനാണ് കോടതി കൺസിഡർ ചെയ്തത്. എല്ലാ പ്രതികൾക്കും ജാമ്യം നൽകിയ ഹൈക്കോടതി തീരുമാനത്തിൽ നിരാശയുണ്ടെന്ന് സിദ്ധാർത്ഥന്റെ കുടുംബം പ്രതികരിച്ചു. വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകും. തെളിവ് നശിപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് കൂട്ടുനിന്നു. അതിനാലാണ് കോടതിക്ക് ആവശ്യമായ തെളിവ് ലഭിക്കാതിരുന്നതെന്നും സിദ്ധാർത്ഥന്റെ കുടുംബത്തിന്റെ പ്രതികരണം. ശരിക്കും വിഷമത്തില്ല. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കുടുംബക്കാരെല്ലാവരും. ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. സിദ്ധാർത്ഥന്റെ മരണം കേട്ടതുപോലുള്ള ഭയങ്കര ഒരു ദുഃഖമായിരുന്നു ഞാൻ ഇന്ന് കേട്ട ഒരു വാർത്ത. അത് വളരെ നിരാശകരമാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരു ജാമ്യം കിട്ടുമെന്ന്. ഏതൊക്കെ രീതിയിൽ വൈകിപ്പിക്കാൻ പറ്റുമോ, ഏതൊക്കെ രീതിയിൽ അതിനെ തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമോ, അതെല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 18 റാഗിങ്ങിന് വിധേയനായതിനു പിന്നാലെ JS സിദ്ധാർത്ഥനെ ഹോസ്റ്റൽ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ ആദ്യഘട്ട അന്വേഷണം പൂർത്തിയാക്കിയ CBI കുറ്റപത്രം വിചാരണയ്ക്കായി നൽകിയിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി.